ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കല്യാണി ഡൽഹിയിൽ പോയിരിക്കുകയാണ്. ഡൽഹിക്ക് പോയ കല്യാണി അതേപോലെ തന്നെ തിരിച്ചു വരുമെന്ന് സംശയമാണ്. കാരണം രാഹുൽ ഉണ്ടല്ലോ, രാഹുൽ തീർച്ചയായിട്ടും ഒരു പണി കൊടുക്കുമെന്ന് ഉറപ്പാണ്. മാത്രമല്ല, രാഹുലിന് എപ്പോഴും കല്യാണി ഇല്ലാതാവണം. കല്ലുമോൻ അത് കഴിഞ്ഞിട്ട് നോക്കാം. കല്യാണി ഇല്ലാതാവണം. അതുപോലെ തന്നെ മനോഹറിനെ ഒഴിവാക്കണം. മനോഹർ പിന്നെ ഒഴിവാകും, കുറച്ച് പണം കൊടുത്താൽ മാത്രം മതിയല്ലോ. അതുപോലെ തന്നെ കല്യാണിനെ ഒഴിവാക്കിയിട്ട് എങ്ങനെയെങ്കിലും ആ സ്ഥാനത്ത് സരുവിനെ അതുപോലെ തന്നെ നമ്മുടെ കിരണിനെ ഒന്നിപ്പിക്കണം. കല്യാണി ഒഴിവായത് കൊണ്ട് കിരൺ ഒരിക്കലും തന്റെ മോളെ കല്യാണം കഴിക്കില്ല. അതുപോലെ തന്നെ മനോഹർ പോയത് കൊണ്ടും സരു കിരണിന്റെ കല്യാണം കഴിക്കില്ല. കാരണം രണ്ടുപേരും പരസ്പരം വെറുപ്പോട് കൂടിയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ അവർ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുലിന് ശ്രമിക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി മാക്സിമം തന്നെ രാഹുൽ ശ്രമിക്കും. ഏറെക്കുറെ രാഹുലിന്റെ കാര്യങ്ങളൊക്കെ വിജയിക്കുകയും ചെയ്യും. പക്ഷെ ഇവർ കല്യാണത്തിന് സമ്മതിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. സരയു മിക്കവാറും കിരണായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കും. അതെങ്ങനെയാണെന്നല്ലേ, മനോഹർ ഒരു ഫ്രോഡാണ്, മനോഹർ ഒരു കൊള്ളുരിതവനാണെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും സരുവിന്റെ മനസ്സ് വീണ്ടും കിരണിലേക്ക് അടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ സരയും കൂടി രാഹുലിന്റെ കൂടെ നിൽക്കും കേട്ടോ. എന്നിട്ട് കിരണിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. എന്നിട്ട് കിരൺ കല്യാണിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചില്ലേ, അതുപോലെ തന്നെ തന്നെയും ഒരുപാട് സപ്പോർട്ട് ചെയ്ത് താനും ഒരുപാട് ഉയരങ്ങളിൽ എത്തണം എന്നൊക്കെ സരയും മനക്കോട്ട കെട്ടുകയും ചെയ്യും. അത് മാത്രമല്ല, കല്യാണിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സരയും കൂടി രാഹുലിന്റെ കൂടെ തന്നെ നിൽക്കും. അതിനുശേഷമാണ് കല്ലുമോൻ പിന്നെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ചെറിയ കൊച്ചല്ലേ, അതിൻ്റെ അടുത്ത് ഇപ്പൊ തന്നെ ശരിക്കുള്ള അമ്മ സരയുവാണെന്ന് പറഞ്ഞ് വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലുതാകുമ്പോൾ ആ കുട്ടി സരയുവിനെ അമ്മയായിട്ട് കാണും. അങ്ങനെയൊക്കെ രാഹുൽ ഒരുപാട് സ്വപ്നം കാണും കേട്ടോ. എന്തായാലും നമുക്കത് ആ ഒരു ഭാഗം അവിടെ ഇരിക്കട്ടെ. താരയുടെ ആ ഒരു സംഭവമാണ് ഇപ്പം ഇന്നും നാളെയായിട്ട് കാണിക്കാൻ പോണത്. മനോഹർ ഇതിന്റെ പേരിൽ ഷാലിനെ ശരിക്കും പിഴിഞ്ഞിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ തട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ലക്ഷങ്ങൾ തട്ടുമ്പോഴേക്കും മനോഹർ ആ ഒരു പൈസയായിട്ട് മുങ്ങാൻ പോകുന്ന ഭാഗങ്ങൾ കൂടിയിട്ടാണ് കേട്ടോ നമ്മളിനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.